അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വയമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാടത്തൊക്കെ ഇഷ്ടം പോലുള്ളതാണ്. അപ്പം അത് നമ്മൾ ഒന്ന് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങാപ്പീരൊക്കെ ഇട്ട് പറ്റിക്കാൻ പോവാണ്. അപ്പം നല്ല ബെസ്റ്റ് സാധനമാണ്, സൂപ്പർ സാധനം. A മുതൽ Z വരെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ മീനാണ് ആറ്റുവയമ്പ്. ഇത് നല്ല എന്തായിരുന്നു, കാൽസ്യത്തിന് പറ്റിയ മീനാണ്. എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടുന്ന മീനാണ്, കുഞ്ഞു മീൻ. ഇത് കിട്ടാൻ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുക. പക്ഷെ ഒരു മെനക്കെട്ട പണിയേ ഉള്ളൂ. ഇത് വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടല്ലേ, ഇത്ര ആയതുള്ളൂ. പിന്നെ ഇപ്പം ഗർഭിണികൾക്കൊക്കെ കഴിക്കാനും പറ്റിയ നല്ല മീനല്ലേ ചേട്ടാ? നല്ല ഫ്രഷ് മീനാട്ടോ. പിന്നെ ഇനി എന്തോ അച്ഛൻ കൊണ്ടുവന്ന വേറെ കല്ലുമുട്ടിയാണ്, അത് വറക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ മീന് ഏതായാലും വെട്ടി റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ അല്ലേ, കറക്റ്റ് 1 മണിക്കൂർ എടുത്തിട്ട് വെട്ടി വരാൻ. ചേട്ടൻ അപ്പോൾ വെട്ടി എൻ്റെ തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ചെയ്യണം. നേരത്തേക്കിന് ഞാൻ ബാക്കി നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില, പുളി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഓക്കെ, നമുക്ക് തേങ്ങ ഇനി അരയ്ക്കാം. ഓക്കെ, തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചല്ല, ചെറുതായിട്ടൊന്ന് ചതച്ച് രണ്ടും ഒന്നല്ലേ? ചതയ്ക്കുന്നത് അരയ്ക്കുന്നതല്ലേ? അരയ്ക്കുമെന്ന് പറയുന്നത് മറ്റേ ഇതാവത്തില്ല കേട്ടോ. ഇങ്ങനെ നീ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇവിടെ എല്ലാവരും എരി കൂട്ടുന്നവർ, അതുകൊണ്ട് ഇത്രയും പച്ചമുളക് ഇട്ടു. ജാറിൻ്റെ അടപ്പ് പോയ കാരണം പണിയായിരിക്കും അല്ലേ? സ്പൂൺ ഇട്ടെടുക്കും. കൈട്ടോ നല്ലതായിരിക്കും, നല്ല സുഖമായിരിക്കും കൈയിട്ടാൽ. പിന്നെ പച്ചമുളകല്ലേ ഉള്ളൂ, ഇച്ചിരി പച്ചമുളകല്ലേ ഉള്ളൂ. ഇച്ചിരി അല്ല, ഒത്തിരി എന്നാ പറഞ്ഞു. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വയമ്പ് കുഞ്ഞന്മാരെ നമ്മൾ തേങ്ങാപ്പീരിട്ട് പറ്റിക്കാൻ പോവാണ്. അരച്ച് വെച്ചേക്കുന്ന ഇത് എടുത്തിടാം. എന്ത് വരുന്നത്? തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ എന്താണ്? എനിക്കറിയത്തില്ല. വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി. ഇത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ വണ്ണിനെ അതിനകത്തോട്ട് ഇടാം. ഓക്കെ, നമുക്ക് പുളി കഴുകി നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. നമുക്ക് ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കുടുംബത്തു നിന്ന് കൊണ്ടുവന്ന കരിയാപ്പിലയാണ്, നല്ല ഫ്രഷ് കരിയാപ്പില.
അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. മതി. അപ്പോൾ നമുക്കിനി ഇത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറ്റിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കറി അടുപ്പ് വെച്ചിട്ട് ഇരിക്കുകയാണ്. കറി വേകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ട്. മീൻ വെട്ടി വന്നപ്പം കുറേ സമയമായി, 1 മണിക്കൂർ മേളിലായി. അപ്പോൾ കറി എവിടം വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കാം. മീൻ പറ്റിച്ചത് എവിടം വരെ നോക്കാം. ഞങ്ങളെ പറ്റിച്ച് മീൻ പറ്റിയില്ലേ? അടച്ചോക്കാം. നല്ല ചൂട്. നമുക്കപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഒരു ഇച്ചിരി സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. വെയിറ്റ് ചെയ്ത് ഇച്ചിരി സമയം കൂടെ മതി. വിശക്കുന്നല്ലോ. ഭക്ഷണം തായോ അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നു അല്ലേ? ഉണ്ട്. പൂരി മസാല കഴിച്ചോളാം, ഞങ്ങൾ വന്നെടുത്തോളാം. എന്തായാലും ആ പാട്ട് ഓർമ്മയുണ്ടോ? ഇപ്പം പരസ്യം ശ്രദ്ധിക്കാൻ സമയമില്ല, വിശന്നിട്ട്. അങ്ങനെങ്കിലും ആട്ടെ, ഒന്ന് പെട്ടെന്ന് വേഗം എൻ്റെ മീനേ. അപ്പോൾ നമ്മുടെ മീൻ പറ്റിച്ചത് ഗൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിനി ചോറെടുക്കാം. നമ്മുടെ വയമ്പ് പീര നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി എടുക്കാം. നമുക്ക് ചോറിനകത്തോട്ടിടാം. വാ, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടാണ് സാധനം. ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടോ, കൈ പൊള്ളുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇച്ചിരി എടുത്തിട്ടൊന്ന് നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇച്ചിരി തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രാവിലെ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് മൂത്തോണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങളൊരു 9-9:30 ഒക്കെ ആയി ഈ സമയം ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ പോവുക. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.